കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട് കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് വരുമ്പോൾ നേരെ ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. പിന്നീട് അങ്ങനെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം വരുമ്പോൾ അവിടുന്ന് ഇങ്ങനെ ആ താഴത്തേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപം കാണാം. പിന്നീട് നമ്മൾ നേരെ ഭഗവാന്റെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറിയിട്ട് അങ്ങനെ വരുമ്പോൾ ഇടത് വശത്തേക്ക് നോക്കിയാൽ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവൾക്കും കാണാം. വലത് വശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമാണ്. നിറയെ കളഭം കൊണ്ടുള്ള അലങ്കാരം. ഇന്ന് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു താമര ഇങ്ങനെ കാണാനുണ്ട്. വലിയൊരു താമര ഉണ്ട്. ആ താമരകൾ നല്ല ഇതളൊക്കെ എന്ത് രസമാണെന്നറിയോ. അങ്ങനെ ആ താമരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണി അതിൻ്റെ ഉള്ളിലുണ്ട്. കാൽപാദങ്ങൾ കാണാണ്ട്, കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ കാല് പിണച്ചു വെച്ചിട്ടുണ്ട്. താമരയിൽ കാല് പിണച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി കാണാണ്ട്. കിങ്ങിണി ഇങ്ങനെ നന്നായിട്ട് ഞാന്ന് കിടക്കുന്നുണ്ട്, കിങ്ങിണിയുടെ ആ നാരുകൾ. അതേപോലെ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു കാശുമാല പോലെ, അങ്ങനെ 3 മാലകളുണ്ട്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. 2 കൈയിലും കൂടിയും പൊന്നോടക്കുഴലിങ്ങനെ പിടിച്ച് ചുണ്ടോട് ചേർത്ത് വേണുഗാനം പൊഴിക്കുകയാണ് കേട്ടോ. താമരയിലാണ് നിൽക്കണമെന്ന് മാത്രം. നല്ല രസമുണ്ട്. ആ ചുണ്ടത്തേക്കൊക്കെ നോക്കിയാൽ ചുണ്ടത്തോട് ചേർത്തിട്ടാണ് ആ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് ഇങ്ങനെ ആ വേണുഗാനം പൊഴിക്കുകയാണ്. തിരുനെറ്റിയിലൊരു ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പൊന്നിൻ്റെ സ്വർണ്ണ കിരീടം ചാർത്തിയിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട്. പിന്നെ തിരുമുടിമാലകൾ 2 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവും കുറച്ച് തുളസിയായിട്ടുള്ള ഒന്നും, തെച്ചിയും തുളസിയായിട്ടുള്ള ഒന്നും, അങ്ങനെ 2 വെളുത്ത പൂവിൻ്റെ 2 തിരുമുടിമാലകൾ. അതേപോലെ ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാലയും 2 ഉണ്ട്. അത് തെച്ചിയുണ്ട്, തുളസിയുണ്ട്. അങ്ങനെ കുറച്ച് കൂടുതൽ തെച്ചി, കുറച്ച് തുളസി, അങ്ങനെയായിട്ട് ഭഗവാന്റെ പാദം വരെ ആ തുളസിയാണ്. പിന്നെ അതേപോലെ കുറച്ച് തെച്ചിയും തുളസിയും വെളുത്ത പൂവും കൂടി ഉള്ളത്. അപ്പോൾ അങ്ങനെ 2 തിരുമുടിമാലയും 2 ഉണ്ടമാലയും എടുത്തിട്ടാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ മുകളിലേക്ക് ആ താമരയും നല്ല രസമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കാണുകയാണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ ആ ഗുരുവായൂരപ്പനെ, ആ പൊന്നുണ്ണിക്കണ്ണനെ, കാല് പണച്ച് വെച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ, താമരക്കണ്ണനെ കണ്ട് തൊഴുത്തോളൂ കേട്ടോ. തൊഴുത് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തിത്തരും. അത്രയ്ക്കും മാത്രം ശക്തനാണ്. ഏത് കാര്യങ്ങളായാലും നമ്മൾ ആവശ്യപ്പെട്ടാൽ അതൊക്കെ ചെയ്തു തരും. ഭക്തൻ്റെ മുന്നിൽ ദാസനായിട്ട് വർത്തിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പൻ അത്രമേൽ നമ്മളെ ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. പിന്നീട് അങ്ങനെ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് പിന്നീട് അങ്ങനെ ആ ചുവരിൻ്റെ മുകളിൽ നോക്കിയാൽ ആ അല്ലക്കണ്ണനെ കാണാം. പിന്നീട് ആ ഗ്രില്ലിന് കഴിഞ്ഞാൽ നേരെ ആ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഗണേശനെ കാണാം. ഗണേശൻ്റെ അവിടെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ട്. നിറച്ച് മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായി. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുകയാണ്. നന്നായിട്ടുള്ള അലങ്കാരം തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അഴയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോകുന്ന ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് നരസിംഹത്തിൻ്റെ അവിടെയൊക്കെ മാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ മത്സ്യാവതാരമൂർത്തിക്കുണ്ട്. പിന്നെ അങ്ങനെ ഓദിക്കിൻ്റെ അടുത്തുനിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം.
പിന്നീട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ വരുമ്പോൾ നിറച്ചും മാലകളാണ്. തുളസി മാലകൾ ധാരാളമുണ്ട്, മുകളിലുണ്ട്. അതേപോലെ മുകളിൽ താമരമാല ഉണ്ട്, വെളുത്ത പൂവിൻ്റെ മാലകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകു വശത്തേക്ക് വന്നാൽ സാഷ്ടാംഗം നമസ്കരിക്കാം. അതിനുശേഷം നമ്മൾ നേരെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞ് തൊഴുത് ഇങ്ങോട്ട് കുറച്ചും കൂടി താഴത്തേക്ക് നോക്കിയാൽ നന്നായിട്ടുള്ള പെയിൻറ്റിങ് കാണാം. അത് ഭീഷ്മരുടെ ശരശയ്യാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് തന്നെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളെ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനും ഒക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. ശ്രീകൃഷ്ണൻ്റെ അവിടെ നല്ല മാലകളുണ്ട്, തുളസി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മുരുകന് ധാരാളം ഭസ്മം കൊണ്ട് അഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നോക്കുമ്പോൾ ധാരാളം മാലകളുണ്ട്. നല്ല വെറ്റില മാല ഉണ്ട്, അതേപോലെ തെച്ചിമാല ഉണ്ട്, പിന്നെ ലിഖിതമാല ചാർത്തിയിട്ടുണ്ട് ആരോ. ധാരാളം കുങ്കുമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞാൽ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണൻ, അതായത് കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാം. പിന്നീട് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. നേരെ താഴത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ മണിക്കിണർ കാണാം. പിന്നെ ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ ഭഗവാന്റെ നൃത്ത അറയും കടാവൾക്കൊക്കെ കാണാം. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത അറയിലേക്ക് വരുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും അതേപോലെ വസുദേവർ കംസൻ്റെ തടവറയിൽ നിന്ന് ഉണ്ണീനെ കൊണ്ട് രക്ഷിച്ചു വരുന്ന അനന്തൻ്റെ ഒരു മഴയിൽ കുടയായിട്ട് കാവലായിട്ട് നിൽക്കുന്ന അനന്തനെയും കണ്ട് അങ്ങനെ വന്ന് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ നിറച്ചും തിരക്കാണ് കേട്ടോ. അവിടെയൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. നന്നായിട്ട് അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. മുഖത്തൊക്കെ നന്നായിട്ട് വലിയ പൊട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ലൊരു ചെറിയൊരു ദേവിയുടെ മാതിരിയാണ്, ചെറിയ ഒരു ഉണ്ണിയായിട്ടാണ്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാൻ. ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, ചുവന്ന പട്ടുണ്ട്, അതായത് പാവുണ്ടിൻ്റെ മേലെ ചുവന്ന പട്ട് ചാർത്തിയിട്ട്. പിന്നെ ശിവേലി വിഗ്രഹത്തിൻ്റെ മുകളിലും ഉണ്ട് ധാരാളം മാലകൾ, തെച്ചി മാലയും തുളസിയും കൂടി ഉള്ളത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അവിടെ പോയി ദർശനം കിട്ടിയ പോലെയാവും. പിന്നീട് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ താമരയിൽ കാല് പിണച്ച് വെച്ച് വേണുഗാനം പൊഴിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കൊണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ കൂത്തമ്പലത്തിൽ വരാം, അവിടെ വന്ന് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമീനെ കാണാനും നല്ല രസമുണ്ട്. കളഭാലങ്കാരമൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിലൊരു ചുവന്ന പട്ടുണ്ട്, പിന്നെ ധാരാളം പൂക്കളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കി ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന അന്നലക്ഷ്മി ഹാളിൻ്റെ അതിലേ വന്ന നാരായണാലയത്തിൽ വരാം. അവിടെ വന്ന കയറുമ്പോൾ തന്നെ ഇടതുവശത്തേക്ക് നോക്കിയാൽ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ അവിടുന്ന് വരുന്ന്
ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.